12ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു ക്ഷേത്രമുണ്ട് ഒഡീഷയിൽ. ലോകപ്രസിദ്ധമായ ഒഡീഷ ജഗന്നാഥപുരി ക്ഷേത്രം. ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ നിഗൂഢതകളും അത്ഭുതങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ജഗന്നാഥപുരി അമ്പലത്തിലെ ഏറ്റവും പ്രത്യേകതകൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇതിൻ്റെ കൊടി സഞ്ചരിക്കുന്നത്. അതായത് സാധാരണ കാറ്റടിക്കുന്ന ദിശയിലാണ് നമ്മളിപ്പോൾ പട്ടം പറത്തിയാലും അല്ലെങ്കിൽ തുണി നനച്ചിട്ടാലും കാറ്റടിക്കുന്ന ദിശയിലായിരിക്കും ഈ ഒരു തുണിയും പട്ടവും സഞ്ചരിക്കുന്നത്. പക്ഷേ ജഗന്നാഥപുരി അമ്പലത്തിലെ കൊടി നേരെ തിരിച്ചാണ്. അതായത് ഇവിടെ കാറ്റടിക്കുന്നതിൻ്റെ എതിർദിശയിലാണ് ഇവിടുത്തെ കൊടി പറക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇനി രണ്ടാമത്തെ അത്ഭുതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജഗന്നാഥപുരി അമ്പലത്തിൻ്റെ മുകളിൽ ഒരൊറ്റ പക്ഷികൾ പോലും പറക്കത്തില്ല. അമ്പലത്തെ വലം വെച്ച് പോകുന്നു എന്നുണ്ടെങ്കിലും ഇവിടെ ഒരു പക്ഷികൾ പോലും ഈ അമ്പലത്തിൻ്റെ മുകളിൽ പറക്കുന്നില്ല എന്നത് ഏറ്റവും വലിയ അത്ഭുതം തന്നെയാണ്. മൂന്നാമത്, ഈ ഒരു ജഗന്നാഥപുരി അമ്പലത്തിൻ്റെ ഒരു ഷാഡോ പോലും താഴെ അടിക്കത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത്. എത്ര വലിയ വെയിലടിച്ചാൽ പോലും ഇതിൻ്റെ ഒരു ചെറിയ ഷാഡോ പോലും ഈ ഒരു അമ്പലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നിഴൽ നമുക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറയാം. പിന്നെ നാലാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജഗന്നാഥപുരി അമ്പലത്തിൽ നിന്ന് ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു സുദർശന ചക്രം കാണാം. ഈ സുദർശന ചക്രം നമ്മൾ ആ അമ്പലത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഈ സുദർശന ചക്രം മുഴുവനായിട്ട് കാണാനും പറ്റും. മാത്രമല്ല ഈ സുദർശന ചക്രം നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന്. ഇനി നമ്മൾ കൊടിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ കൊടി കെട്ടുന്ന രീതിയും കൊടി കെട്ടുന്ന ശൈലിയും എന്തിനാണ് ഇവർ ഈ കൊടി കെട്ടിയിരുന്നത് എന്നും പറയാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത അത്ഭുതങ്ങളിലേക്ക് പോകാം. അതായത് പണ്ടുള്ള കാലത്ത് രാജാക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ആ ഒരു സമയത്ത് യുദ്ധത്തിനുള്ള ആരെങ്കിലും പുറപ്പെട്ട് വരുന്നുണ്ടോ, അടുത്ത രാജ്യത്തിൽ നിന്ന് അങ്ങനെ യുദ്ധത്തിന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് സൂചിപ്പിക്കാനായിട്ട് ഇവർ കയറുന്ന രീതി, അതായത് അമ്പലത്തിൻ്റെ മുകളിൽ കൊടി കെട്ടാൻ കയറുന്ന രീതി വളരെ വ്യത്യസ്ത രീതിയിലായിരുന്നു. അതായത് സാധാരണ നമ്മളിപ്പോൾ മുകളിലോട്ട് കയറുമ്പോൾ മുകളിൽ നോക്കി പിടിച്ചാണ് കയറുന്നത്, മുകളിൽ നോക്കിയാണ് കയറുന്നത്. പക്ഷേ ഇത് കമിഴ്ന്ന് നിന്നാണ് ഇവർ അമ്പലത്തിൻ്റെ മുകളിൽ കയറുന്നത്. അതായത് കമിഴ്ന്ന് നിന്ന് കയറുമ്പോൾ അവിടെയുള്ള എല്ലാ ഭാഗവും നമുക്ക് കാണാൻ പറ്റും. അവിടെ എന്താണ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് യുദ്ധത്തിനുള്ള ആൾക്കാർ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അത് യുദ്ധം ചെയ്യാനാണ് ആൾക്കാർ വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സന്ദേശമാണോ. ഈ ഒരു സന്ദേശം രാജാക്കന്മാരിൽ എത്തിച്ചിരുന്നത് ഈ കൊടിയുടെ നിറത്താനാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് പഴയ ആചാരങ്ങൾ ഒന്നും തന്നെ തെറ്റാതെ ഇപ്പോഴും ഈ ഒരു ആചാരം നിലനിന്ന് പോരുന്നു എന്ന് ആണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു തിരിഞ്ഞ് കയറുന്നത്. എല്ലാ ദിവസവും വൈകുന്നേര സമയത്ത് ഈ കൊടി മാറ്റാറുണ്ട്. ഇനി നമ്മൾ പാചകപ്പുരയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് ഞാനിതിനെ വിശേഷിപ്പിക്കും. അതായത് 20,000 മുതൽ 2 ലക്ഷത്തോളം ആൾക്കാർ എല്ലാ ദിവസവും അമ്പലത്തിൽ വരാറുണ്ട്. ഈ അമ്പലത്തിൽ വരുന്ന എല്ലാ ഭക്തന്മാർക്കും എല്ലാ ദിവസവും ഇവിടുത്തെ പ്രസാദം തികയും എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഏഴാമത് പറയാനുള്ളത് ഈ അമ്പലത്തിലെ പാചകപ്പുരയിലുള്ള 7 തട്ടുള്ള അടുപ്പിനെ കുറിച്ചാണ്. അതായത് 1, 2, 3, 4, 5, 6, 7 അങ്ങനെ 7 തട്ടായിട്ടാണ് കലങ്ങൾ വെച്ച് അടുപ്പ് അവർ നിർമ്മിച്ചേക്കുന്നത്. ഈ 7 തട്ടിലും ഓരോ രുചിയിലുള്ള ആഹാരങ്ങളാണ് ഇവർ പാകം ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും മുകളിലുള്ള ഒരു കലമായിരിക്കും ആദ്യം പാകമാകുന്നത്. അതായത് ഒരു ശരാശരി ഒരടുപ്പാണെങ്കിൽ ഏറ്റവും താഴെയുള്ള ആദ്യത്തെ കലമായിരിക്കും ആദ്യം പാകമാകുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവത്തിൻ്റെ കൃഷ്ണൻ്റെ അനുഗ്രഹം എന്ന് തന്നെ ഇവർ വിശ്വസിക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഇതിന് ഏറ്റവും മുകളിലുള്ള കലമാണ് ആദ്യം പാകം ആയി വരുന്നത് എന്നാണ്. പഴയ ആചാരങ്ങൾ തന്നെ അടിസ്ഥാനമാക്കി മൺകലങ്ങളിലാണ് ഇവർ പാകം ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ വിഗ്രഹത്തെക്കുറിച്ച് വരാം. 3 വിഗ്രഹങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠ: സുഭദ്ര, ശ്രീകൃഷ്ണൻ, ബാലഭദ്രൻ. ശ്രീകൃഷ്ണൻ അഥവാ ജഗന്നാഥൻ. ഈ ഒരു 3 വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടുത്തെ ഈ ഒരു അമ്പലത്തിലെ ഈ വിഗ്രഹവും കടലും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതായത് ഈ അമ്പലം കടലാൽ ചുറ്റപ്പെട്ടതാണ്, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അടുത്ത് കടലുള്ളതാണ്. ഈ അമ്പലത്തിനകത്ത് നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഈ കടലിൻ്റെ ഒരൊറ്റ ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല.
പക്ഷേ നമ്മൾ അമ്പലം തൊഴുത് നമ്മൾ വെളിയിറങ്ങിയാൽ നമുക്ക് കടലിൻ്റെ ശബ്ദം, തിരമാലയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ഇതിനൊരു ഐതിഹ്യം കൂടി ഉണ്ട്. അതായത് കൃഷ്ണൻ്റെ അനുജത്തി അല്ലെങ്കിൽ സഹോദരി സുഭദ്രയ്ക്ക് കടലിൻ്റെ ശബ്ദം പേടിയാണ്. കടലിൻ്റെ ശബ്ദം പേടിയായത് കൊണ്ട് തന്നെ ജഗന്നാഥനും ബലഭദ്രനും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സുഭദ്രയെ ഈ ഒരു ശബ്ദത്തിൻ്റെ പേടി അല്ലെങ്കിൽ ഈ ശബ്ദത്തെ കേൾപ്പിക്കാതിരിക്കുകയാണ്. ഈ ഒരു ഐതിഹ്യം കൊണ്ടാവാം നമ്മൾ ഈ അമ്പലത്തിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ശബ്ദം കേൾക്കാൻ പറ്റാത്തത്. ഇതിൻ്റെ മരക്കഷ്ണങ്ങൾ കൊണ്ടാണ് ഈ ഒരു വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രസിദ്ധമായ രഥോത്സവം ഈ ഒരു ജഗന്നാഥപുരി അമ്പലത്തിലെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നാണ്. ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇവിടുത്തെ രഥോത്സവം കാണുവാനായിട്ട് വരാറുണ്ട്. ജൂൺ ജൂലൈ മാസത്തിലാണ് ഇവിടുത്തെ രഥോത്സവം ഇവിടെ തുടങ്ങുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ രഥം നിർമ്മിക്കുന്നത് മരങ്ങൾ കൊണ്ടാണ്. ഒരു വർഷം ഉപയോഗിച്ച രഥം അടുത്ത വർഷം ഉപയോഗിക്കാറില്ല. അടുത്ത വർഷം പുതിയ രഥം ഉണ്ടാക്കും. പകരം ഈ ഒരു രഥത്തിൻ്റെ തടിയായിരിക്കും പാചകപ്പുരയിൽ പാകം ചെയ്യാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് എന്നും പറയപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് അൺസോൾവ്ഡ് മിസ്റ്ററീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ജഗന്നാഥപുരി അമ്പലത്തിനെ കുറിച്ച് ഉണ്ട്. ഇനിയും കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇനിയും കണ്ടുപിടിക്കാനാവാത്ത ഒരുപാട് രഹസ്യങ്ങൾ ജഗന്നാഥപുരി അമ്പലത്തിനുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് കാണുവാനായിട്ട്